Good morning. Good morning. Okay, കഴിഞ്ഞ ക്ലാസ്സില് പറഞ്ഞ ഭാഗങ്ങളൊക്കെ വായിച്ചിരുന്നോ? എടുത്ത ഭാഗങ്ങൾ വായിച്ചിരുന്നോ? പെർഫോമൻസ് അപ്രൈസൽ, പെർഫോമൻസ് മാനേജ്മെന്റിന്റെ ഒക്കെ കമ്പാരിസൺ നമ്മൾ പറഞ്ഞത് വായിച്ചിരുന്നോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാത്തെ? കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തത്? ഓർക്കുന്നോ? കമ്പാരിസൺസ് അല്ലേ നമ്മൾ എടുത്തത്? പെർഫോമൻസ് അപ്രൈസലിന്റെയും പെർഫോമൻസ് മാനേജ്മെന്റിന്റെയും കമ്പാരിസൺ അല്ലേ എടുത്തത്? ക്ലിയർ ആണോ അവിടെ വരെ? ഓക്കെ ആണോ? അത് ഓക്കെ ആണെങ്കിലാണ് നമുക്ക് നെക്സ്റ്റ് പറയുമ്പോൾ മനസ്സിലാവുള്ളേ. ഇപ്പൊ ലാസ്റ്റ് ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് കേട്ടോ പോകുന്നത്. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ക്ലിയർ ആണോ അത്? റിപ്ലൈ ചെയ്തേ. ഓക്കെ, എന്താണ് സുനിത, എന്താണ് ഡൗട്ട്? എക്സാം എങ്ങനെയാ കണ്ടക്ട് ചെയ്യുന്നോ? എന്താണ് ഡൗട്ട്? ഓൺലൈൻ ആയിട്ടായിരിക്കും കേട്ടോ എക്സാം. ഓൺലൈൻ ആയിരിക്കും, ലൈവ് ആയിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ഇപ്പോ 3 ചാപ്റ്റേഴ്സ് അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ? ഓൾറെഡി ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലല്ലോ? ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയില്ലേ? അയ്യോ. ഓക്കെ, മിസ് ഓൺ ചെയ്യാം, മൈക്ക് ഓൺ ചെയ്യാം. ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയോ? ആയി. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇന്ന് കംപ്ലീറ്റ് ആവും. ലാസ്റ്റ് ആ ഒരു പേജ് പോലും ഇല്ല, വളരെ കുറച്ച് ഭാഗം കൂടിയുള്ളൂ. അതും നമ്മുടെ കംപ്ലീറ്റ് ആവും ഇല്ലേ? പിന്നെ ഉള്ള ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ചാപ്റ്റർ ആണ് അല്ലെ? സെക്കൻഡ് ചാപ്റ്റർ കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണ്, അറിയാലോ അല്ലെ? ഒത്തിരി പേജസ് ഉണ്ട്, അതിന് ഒരുപാട് പോർഷൻസ് ഉണ്ട് കവർ ചെയ്യാൻ. അപ്പൊ അതിൽ ഓൾമോസ്റ്റ് കുറച്ച് ഭാഗങ്ങള് ടീച്ചേഴ്സ് എടുത്തിട്ടുണ്ടാവും ഇല്ലേ? എടുത്തില്ലേ? കുറച്ച് ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടല്ലോ ഇല്ലേ? അപ്പോ എടുത്ത ഭാഗങ്ങൾ വരെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക കേട്ടോ. ഓൾറെഡി ഈ 2 ചാപ്റ്റർ എന്തായാലും ഉണ്ടാവും. കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഫസ്റ്റ് ചാപ്റ്റർ എന്തായാലും ഉണ്ടാവും. അത് പൂർത്തിയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞ ആ ഒരു റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സെക്കൻഡ് ചാപ്റ്റർ അതല്ലേ? അപ്പൊ അതിലെ ആ എടുത്ത വരെയുള്ള ഭാഗങ്ങൾ, അപ്പൊ ഈ ആഴ്ചത്തെ എടുത്ത വരെയുള്ള ഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന്റെ പോർഷൻസ് ആയിട്ട് വരുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാവുമല്ലോ ഇല്ലേ? ഏതൊക്കെ ചാപ്റ്റേഴ്സാ വരുന്നതെന്നൊക്കെ തന്നിട്ടില്ലേ? ഡേറ്റിന്റെ കൂടെ തന്നെ ഇൻഫർമേഷൻസ് കിട്ടില്ലേ? കിട്ടിയിരുന്നോ? ഓക്കെ, ഈ ആഴ്ചത്തെ ആയിരിക്കും കേട്ടോ. ഈ ആഴ്ച വരെയുള്ളതായിരിക്കും, മേ ബി ഫ്രൈഡേ വരെയുള്ളതായിരിക്കും. അപ്പൊ അത്
മിസ്സിന്റെ ഓരോരുത്തരുടെ നിങ്ങളുടെ ടീച്ചേഴ്സ് വരുമ്പോൾ ഒന്നുകൂടി കൺഫേം ചെയ്തോളൂ കേട്ടോ. അത് ഓരോരുത്തരുടെ ഓരോ ടീച്ചേഴ്സും ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയും. അപ്പൊ മിസ്സിന്റെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ മാത്രം ഉണ്ടാവുള്ളേ. അത് മാത്രമേ നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി നമ്മൾ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ആ ചാപ്റ്റർ നെക്സ്റ്റ് എക്സാമിനായിരിക്കും ഉണ്ടായിരിക്കുക. അത് ഓക്കെ അല്ലേ? മിസ്സിന്റെ ഭാഗത്തു നിന്നുള്ളത് ക്ലിയർ ആയോ? ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ആ ഒരു ചാപ്റ്റർ ആണ് നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ആ ചാപ്റ്ററിലായിരിക്കും ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ അതുപോലെ ഓരോ ടീച്ചേഴ്സും നിങ്ങൾക്ക് അത് എത്ര വരെയാണ് എന്നുള്ളത് ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് ടെൻഷൻ വേണ്ട, എവിടെ വരെ ആയിരിക്കും എന്നുള്ളത് അവര് കൺഫേം ചെയ്ത് പറഞ്ഞു തരും. അതിനുശേഷം നിങ്ങൾ ആ ഭാഗം ഒക്കെ നോക്കിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ഓൾറെഡി പഠിച്ച വച്ച ഭാഗങ്ങൾ ഇനി എവിടെ വരെ. അപ്പൊ അതില് ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് ഡൗട്ട് ഒന്നും ഉണ്ടാവില്ല, കാരണം ഫസ്റ്റ് ചാപ്റ്റർ ഓൾറെഡി കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ പിന്നെ എന്തായാലും അത് ഉൾപ്പെടും. അതെന്തായാലും ഡൗട്ട് വരാൻ സാധ്യതയില്ല. ഇനി ഈ സെക്കൻഡ് ചാപ്റ്ററിന്റെ കാര്യത്തിൽ മിസ് എവിടെ വരെ എടുത്തിരിക്കുന്നതിന് മാമിന് അറിയില്ല. അപ്പൊ അതുകൊണ്ട് മിസ് അത് കൺഫേം ചെയ്ത് പറഞ്ഞു തരും കേട്ടോ. ഇനി നെക്സ്റ്റ് ക്ലാസ്സുകൾ മാമിന്റെ വരുന്ന ക്ലാസ്സുകളില് 2 ദിവസം കൂടി ഉണ്ടല്ലോ. അപ്പൊ അതിനുള്ളില് മാം എന്താണ് വന്ന് കൺഫേം ചെയ്ത് എവിടെ വരെയാണ് പോർഷൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ അവിടെ വരെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മതി. മിസ്സിന്റെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ചാപ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ ആണോ അത്? ഡൗട്ട് മാറിയോ? ഓക്കെ. ഇനി എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം ആയിരിക്കും, അതറിയാലോ. നമ്മൾ ഓൺലൈൻ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺലൈൻ എക്സാം ആയിരിക്കും, ലൈവ് എക്സാം ആയിരിക്കും. നമ്മൾ ലൈവായിട്ട് ഏത് സമയം എപ്പോഴാണോ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ലോഗിൻ ചെയ്ത് കയറാം. അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ലിങ്കും കാര്യങ്ങളും ഒക്കെ അയച്ചു തരും കേട്ടോ. അപ്പൊ അതിന്റെ ഇൻഫർമേഷൻസ് കാര്യങ്ങളും അവിടെ നിന്ന് തന്നോളൂ. അപ്പൊ അവർ പറയുന്നതിനനുസരിച്ച് ആ ഇൻഫർമേഷൻ അനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി. വേറെ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും. അപ്പൊ ആ ലിങ്ക് അയക്കുന്നതിനനുസരിച്ച് ആ സമയത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ലോഗിൻ ചെയ്ത് കയറാം. അതിനുശേഷം എക്സാം അറ്റൻഡ് ചെയ്യുക. ലൈവായിട്ടായിരിക്കും എക്സാം നടത്തുന്നത്. അപ്പൊ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇത് നമ്മുടെ മോഡ്യൂൾ എക്സാം പോലത്തെ എക്സാമാണ്. മനസ്സിലായോ? നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന മോഡ്യൂൾ എക്സാം ആണ്. മോഡ്യൂൾ എക്സാംസ് നടത്തില്ലേ, അതുപോലെ ടേം എക്സാം ആണ് കേട്ടോ. ഓക്കെ, ടേം എക്സാം ആണ്. അതുപോലെ നിങ്ങളുടെ ഇനി വരുന്ന ഭാഗങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ ടേം എക്സാം നടത്തിയിട്ടാണ് മെയിൻ എക്സാമിലേക്ക് പോകുക. ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയോ? സുനിതയ്ക്ക് ക്ലിയർ ആയോ? സുനിത ഇപ്പോ ടീച്ചേഴ്സ് വരുന്ന സമയത്ത് നിങ്ങൾ അവരോട് കൂടി പോർഷൻ ചെയ്താണെന്ന് കംപ്ലീറ്റ് ഒന്ന് അവർ വിട്ടുപോയാൽ പോലും വിട്ടുപോകില്ല. സാധാരണ ടീച്ചേഴ്സും വരുമ്പോൾ പറഞ്ഞു തരും. നെക്സ്റ്റ് ഈ 2 ദിവസത്തിനുള്ളിൽ അവർ കയറി പറഞ്ഞോളൂ. അപ്പൊ അതിന് മുൻപായിട്ട് നിങ്ങൾ ഇനി എന്താ ഇൻകേസ് എങ്ങാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ടീച്ചേഴ്സ് വരുന്ന സമയത്ത് പോർഷൻ എവിടെ വരെയാ മിസ് ചെയ്യുന്നത് ചോദിച്ച് കൺഫേം ചെയ്യണം കേട്ടോ. എന്നിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അപ്പൊ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്തോളൂ കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിലെ ലാസ്റ്റ് ഭാഗം കൂടി നമുക്ക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആ ചാപ്റ്റർ നിങ്ങൾ ഇപ്പോ പിടിക്കേണ്ട, ജസ്റ്റ് നമുക്ക് അതൊന്ന് കേട്ടിരുന്നാൽ മതി. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ? തുടങ്ങാം. ടെൻഷൻ എക്സാമിന്റെ കാര്യം നോക്കി നിങ്ങൾ ടെൻഷൻ വേണ്ട കേട്ടോ. അതിനൊക്കെ ഇൻസ്ട്രക്ഷൻ തരാനായിട്ട് നമ്മുടെ ടീം ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് തരും. അത് ഫോളോ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഇപ്പൊ ഒരു നിങ്ങൾക്ക് ഈ ഒരു എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേണും അതിന്റെ കാര്യങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലായിക്കോളും. ചിലപ്പോൾ ഓൺലൈൻ എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്ത് ആദ്യമായിട്ട് ചെയ്യുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടാവാം അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ ടെൻഷൻ ഒന്നും വേണ്ട. നമ്മുടെ ടീം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്തിട്ട് തന്നെയായിരിക്കും എക്സാം ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനിടയിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ ഒരു എക്സാമോട് കൂടി നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമ്മുടെ എക്സാം ഓൺലൈൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഒരു ധാരണ വന്നോളൂ കേട്ടോ. അതുകൊണ്ട് ഓർക്ക് ടെൻഷൻ ഒന്നും അടിക്കേണ്ട. ജസ്റ്റ് കൂളായി പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും കേട്ടോ. അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് the major difference between performance appraisal and performance management. അപ്പോൾ പെർഫോമൻസ് അപ്രൈസലും പെർഫോമൻസ് മാനേജ്മെന്റിന്റെയും
മേജർ ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞിരുന്നു ഇല്ലേ? രണ്ട് കമ്പാരിസൺസ് പറഞ്ഞില്ലേ നമ്മള്? അത് തന്നെ സെന്റൻസ് വൈസ് ആയിട്ടാട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വേറെ കുറെ എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് സെന്റൻസ് വൈസ് ഒന്നും കൊടുത്തിരിക്കുന്നു മാത്രം. ഓക്കെ, അപ്പൊ നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, an organized way of analyzing the performance and potential of employees for their future growth and development is known as performance appraisal. ഈ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ? അവിടെ പഠിച്ചില്ലായിരുന്നോ? പഠിച്ചില്ലേ? പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, പെർഫോമൻസ് മാനേജ്മെന്റ് എന്താന്ന് പഠിച്ചില്ലേ? മീനിങ് പഠിച്ചോ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. എന്താ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാല്? ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെ, ഒരു എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഒരു ജീവനക്കാരന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രകടനം എത്രത്തോളം ഉണ്ട്, അവരുടെ പൊട്ടൻഷ്യൽ അല്ലെ, അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ട്, ഭാവിയിലേക്കുള്ള അവരുടെ വളർച്ച, ഡെവലപ്മെന്റ് മുതലായവയുമായി ബന്ധപ്പെട്ട് അവരുടെ കഴിവ് എത്രത്തോളം ഉണ്ട്, അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്യുന്ന, വളരെ സംഘടിതമായിട്ട് വളരെ ക്രമീകൃതമായി തന്നെ ഓർഗനൈസ് ചെയ്ത രീതിയിൽ തന്നെ അനാലിസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? The complete process of managing the human resources of the organization is known as performance management. എന്താ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? കംപ്ലീറ്റ് പ്രോസസ് ഓഫ് മാനേജിങ് ദി ഹ്യൂമൻ റിസോഴ്സസ്. ആ ഓർഗനൈസേഷനുള്ള മൊത്തത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സുകളുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു മാനേജ്മെന്റിനെയാണ് നമ്മൾ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മറ്റു പെർഫോമൻസ് അപ്രൈസൽ ഒരു എംപ്ലോയിയെ ബേസ് ചെയ്തായിരുന്നു, ഒരൊറ്റ എംപ്ലോയിയെ വെച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഓരോ എംപ്ലോയിയുടെയും പെർഫോമൻസ് അപ്രൈസൽ നമ്മൾ എടുക്കാറുണ്ട്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ എംപ്ലോയിയെ ബേസ് ചെയ്തുകൊണ്ടല്ല, മൊത്തത്തിൽ ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ ഹ്യൂമൻ റിസോഴ്സുകളുടെയും മാനേജ്മെന്റ് ആണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Then second point പറയുന്നത് performance appraisal is conducted by a human resource department of the organization എന്ന് പറഞ്ഞാണ് അല്ലെ. അത് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? ഒരു പെർഫോമൻസ് അപ്രൈസൽ ആണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുന്നത് ആരാണെന്ന് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണേ. ആരാണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്? ആരാ? ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത് ആരാണ്? Conducted by Human Resource Department of the organization. എന്താ? ആ ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുന്നത്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? മാനേജേഴ്സിനാണ്. അത് മാറിപ്പോവരുത് കേട്ടോ, ഇത് എപ്പോഴും നിങ്ങൾക്ക് മാറിപ്പോവാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ് എഴുതി വെച്ചേക്കാം. വരാറുണ്ട് കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വരാറുള്ള, റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് പെർഫോമൻസ് അപ്രൈസൽ എന്ന് ഓർക്കുമ്പോ അത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഓർത്തേക്കുക. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് ആണെങ്കിൽ ആ മാനേജ്മെന്റ് എന്ന് ഒരു പേരുണ്ടല്ലോ ഇല്ലേ? അപ്പൊ മാനേജർ ആണ്. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാലും മതി കേട്ടോ. എന്തെങ്കിലും ക്ലൂ ഇട്ട് ഓർത്ത് വെച്ചാൽ ഇതൊക്കെ മറന്നു പോവാണ്ടിരിക്കുള്ളൂ. അപ്പൊ മാനേജ്മെന്റ്, പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ മാനേജ്മെന്റ് അല്ലെങ്കിൽ മാനേജർ. അതുപോലെ തന്നെ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുമ്പോൾ അത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ അല്ലേ? ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് സെന്റൻസ് പറയുന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? രണ്ട് പോയിന്റ്സ് ക്ലിയർ ആണോ? എന്താണ് അത് റിപ്ലൈ ഇല്ലാത്തേ? രാവിലെ ഫുഡൊന്നും കഴിച്ചില്ല ആരും? അത് എക്സാമിന്റെ ഡേറ്റ് ഒക്കെ വന്നപ്പോ ടെൻഷൻ ആയോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നത്? ഓക്കെ. Then third point, performance appraisal is an operational tool to enhance the efficiency of employees. However, performance management is a strategic tool. എന്താണ് performance appraisal എന്ന് പറയുന്നത്? is an operational tool to enhance the efficiency of employees. However, performance management is a strategic tool. എന്താ ഉദ്ദേശിക്കുന്നത്? പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ടൂൾ ആണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു അല്ലെ? ഓപ്പറേഷൻ ടൂൾ. എന്താ? ദിവസേനയുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഡേ ടു ഡേ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അവരെ മോണിറ്റർ ചെയ്യുന്നു, അവരെ നിയന്ത്രിക്കുന്നു. അത്തരത്തിലുള്ള ഒരു പ്രോസസ് ആണ് നമ്മുടെ പെർഫോമൻസ് അപ്രൈസൽ. അതൊരു ഇൻഡിവിജ്വലെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതേസമയം എൻഹാൻസ് എഫിഷ്യൻസി ഓഫ് എംപ്ലോയി. അപ്പൊ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അവർ എത്രത്തോളം ഡേ ടു ഡേ ആയിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്, അവരുടെ ആ ഗോൾസ് എത്രത്തോളം അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഓപ്പറേഷണൽ ടൂൾ ആണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. അതിലൂടെ ആ എംപ്ലോയിയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ കാര്യക്ഷമത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. And however, performance management is a strategic tool. Performance management പക്ഷേ ഒരു ഓപ്പറേഷണൽ ടൂൾ അല്ല, സ്ട്രാറ്റജിക് ടൂൾ ആണ്, തന്ത്രപരമായിട്ടുള്ള ഒരു ടൂൾ ആണ്. ഇതിലൂടെ നമുക്ക് പ്രധാനമായിട്ടും എന്താ ആ ഓർഗനൈസേഷന്റെ ലോങ് ടേം ആയിക്കോട്ടെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഗോൾസ് ആയിക്കോട്ടെ അത് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു സ്ട്രാറ്റജിക് ടൂൾ ആണ്, എന്നാൽ പെർഫോമൻസ് അപ്രൈസൽ ഒരു ഓപ്പറേഷണൽ ടൂളുമാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ജസ്റ്റ് അതിന്റെ അടിയിൽ ഒന്ന് വരച്ചിട്ടേക്കാം കേട്ടോ. Then fourth point, performance appraisal has an individualistic approach, which is just opposite in the case of performance management. എന്താ performance appraisal എന്ന് പറഞ്ഞാൽ ഇത് individualistic approach ആണ് അല്ലെ, ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമീപനമല്ലേ അല്ലെ, ആണോ? പെർഫോമൻസ് അപ്രൈസൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജീവനക്കാരനെ കേന്ദ്രീകരിച്ചുള്ള ഒരു സമീപനമല്ലേ കാഴ്ചവെക്കുന്നേ, ആണോ? ഓരോ എംപ്ലോയീസിന്റെയും അപ്രൈസൽ അല്ലേ, പെർഫോമൻസ് അപ്രൈസൽ അല്ലേ നമ്മൾ വിലയിരുത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് ആണ്. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് അങ്ങനെ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് ആണോ? ആണോ? പെർഫോമൻസ് മാനേജ്മെന്റ് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് അപ്രോച്ച് ആണോ? അല്ല അല്ലെ, ഹോൾ ആണ് അല്ലെ, മൊത്തത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഹോൾ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഒരു അപ്രോച്ച് അല്ലെങ്കിൽ മൊത്തത്തിലെ എംപ്ലോയീസിനെ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് അല്ലെ. അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ ഇസ് എ സിസ്റ്റം വൈൽ പെർഫോമൻസ് മാനേജ്മെന്റ് ഇസ് എ പ്രോസസ്. അപ്പൊ പെർഫോമൻസ് അപ്രൈസൽ എന്നൊരു സംവിധാനമാണ്, അതിലൂടെ എംപ്ലോയീസിന്റെ പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്ന ഒരു സംവിധാനമാണ്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ്. ആ ഒരു പ്രക്രിയയിലൂടെ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നാണ് ആ ഒരു പെർഫോമൻസ് മാനേജ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. Then performance appraisal is carried on eventually, but performance management is a continuous process. എന്താ പെർഫോമൻസ് അപ്രൈസൽ എപ്പോഴാ കണ്ടക്ട് ചെയ്യുന്നേ? മന്ത്ലി ആണോ? എന്താണ് ഓരോ ഡേയിലാണോ? ആണോ? പെർഫോമൻസ് അപ്രൈസൽ എപ്പോഴാ കണ്ടക്ട് ചെയ്യുന്നേ? എപ്പോഴാണ്? എന്താണ് ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നോ? പെർഫോമൻസ് അപ്രൈസലിന്റെ കാര്യം പറഞ്ഞപ്പോ അത് എങ്ങനെയാ കണ്ടക്ട് ചെയ്യുന്നത്? പെർ ഡേയിലാണോ അതോ മന്തിലാണോ ഇയർലി ആണോ എങ്ങനെയാണ്? ആനുവലി അല്ലെ, ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ കണ്ടക്ട് ചെയ്യുക അല്ലെ. അതന്നെ പെർഫോമൻസ് മാനേജ്മെന്റ് അപ്പൊ എങ്ങനെയാണ്? പക്ഷെ ആനുവലി ആണോ? അല്ല, അത് കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ, അത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്നാൽ പെർഫോമൻസ് അപ്രൈസല് ഇവൻച്വലി എന്ന് പറഞ്ഞാൽ ആനുവലി ആണ് നമ്മളത് കണ്ടക്ട് ചെയ്യുന്നത്, അത് മാറിപ്പോകരുത് കേട്ടോ. Then performance appraisal is inflexible, but performance management is flexible. Performance appraisal എന്ന് പറഞ്ഞാൽ അത്ര ഒരു വഴക്കമുള്ള ഒരു പ്രൊസീജിയർ അല്ല, ഇൻഫ്ലെക്സിബിൾ ആണ്, റിജിഡ് ആണ്, കുറച്ചും കൂടി കർക്കശമായിട്ടുള്ള രീതിയിലായിരിക്കും പെർഫോമൻസ് വിലയിരുത്തുന്നതോ അതിനനുസരിച്ച് ഫീഡ്ബാക്കുകൾ കൊടുക്കുന്നതും. അതേസമയം പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയാണ്. അപ്പൊ അവിടെ നമ്മുടെ മാനേജേഴ്സും എംപ്ലോയീസും ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്താണ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റില് ഇൻ പെർഫോമൻസ് അപ്രൈസൽ അഡ്ജസ്റ്റ്മെന്റ്സ് ആർ മെയ്ഡ് റെട്രോസ്പെക്ട്ലി ആൻഡ് ഇൻ കോൺട്രാക്ട് ദ പെർഫോമൻസ് മാനേജ്മെന്റ് ഈസ് ഫോർവേഡ് ലുക്ക്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് പെർഫോമൻസ് അപ്രൈസൽ എപ്പോഴും ഒരു എംപ്ലോയിയുടെ എപ്പോഴത്തെ പെർഫോമൻസാ നമ്മൾ വിലയിരുത്തുന്നത്? എപ്പോഴത്തെ പെർഫോമൻസാ? കഴിഞ്ഞു പോയത് അല്ലെ, ചെയ്ത് കഴിഞ്ഞ പെർഫോമൻസ് അല്ലേ നമ്മൾ വിലയിരുത്തുന്നത് അല്ലെ. വരാനിരിക്കുന്നതല്ലോ, ആണോ? വരാനിരിക്കുന്നതാണോ നമ്മൾ നോക്കുന്നേ? ആ ഒരു വർഷത്തിൽ ഒരിക്കലാണ് അത് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു വർഷത്തെ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അവർ എങ്ങനെ പെർഫോം ചെയ്തു അതല്ലേ നമ്മൾ വിലയിരുത്തുന്നത്, ആണോ? എന്താ പിള്ളേരെ ഒരു റിപ്ലൈ ഇല്ലാത്തേ അല്ലെ? അപ്പൊ അത്തരത്തില് ഒരു റിട്രോസ്പെക്റ്റീവ്ലി അല്ലെങ്കിൽ റിട്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഡീലിംഗ് വിത്ത് പോസ്റ്റ് ഇവന്റ്സ്, കഴിഞ്ഞു പോയ കാര്യങ്ങളുടെ വിലയിരുത്തൽ അല്ലെങ്കിൽ അനാലിസിസ് ആണ് നമ്മളിവിടെ പെർഫോമൻസ് അപ്രൈസൽ ചെയ്യുന്നത്. എന്നാൽ പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് തന്നെ ഫോർവേഡ് ലുക്കിംഗ് ആണ്
മുൻപോട്ട് നമുക്ക് എങ്ങനെ എന്താണ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാം, അതിനു വേണ്ടിയുള്ള ഫീഡ്ബാക്കിനും കാര്യങ്ങളും എടുക്കുന്നു. അടുത്ത സ്റ്റെപ്പ് നല്ല രീതിയിൽ ചെയ്യുന്നു, അതിനുശേഷം അതിനും എന്താ ഫീഡ്ബാക്കും കാര്യങ്ങളും എടുക്കുന്നു. അങ്ങനെ നമ്മളൊരു ഫോർവേഡ് ലുക്കിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വരാനിരിക്കുന്ന ഫ്യൂച്ചറിലുള്ള വരാനിരിക്കുന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് ഒരു പെർഫോമൻസ് മാനേജ്മെന്റ്. പെർഫോമൻസ് അപ്രൈസിൽ എപ്പോഴും കഴിഞ്ഞു പോയ കാര്യങ്ങളെ വിലയിരുത്തുന്നതാണ്. ഓക്കെ, വേഗം ആ ഒരു 8 പോയിന്റ്സ് ഒന്ന് വേഗം അയച്ചു നോക്കി. ഇതോടുകൂടി നമ്മുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ് കേട്ടോ. വേഗം ഒന്ന് വായിച്ചു നോക്കാം, ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. വായിക്കാറുണ്ടോ? പോർഷൻസ് ഒക്കെ എടുക്കുന്നത് ഡെയിലി വായിച്ചു വിടാറുണ്ടോ? പഠിക്കുന്നില്ലെങ്കിൽ പോലും വായിച്ച് മനസ്സിലാക്കി വെക്കാറുണ്ടോ? അത് വേണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ് ഒക്കെ ഇനി വരുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ കുറച്ച് ലെങ്തി ചാപ്റ്റേഴ്സ് ആണ്. ഇപ്പൊ നമ്മുടെ ഇതുപോലെ ചെറിയ ചാപ്റ്ററുകളല്ല. അപ്പൊ അത്രയും പോർഷൻസ് എക്സാം ആകുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അപ്ഡേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്കും ബുദ്ധിമുട്ടില്ല, എക്സാം വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും. ഓക്കെ, വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. അപ്പൊ എക്സാമിന്റെ പോർഷൻസ് നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മള് 6th ചാപ്റ്റർ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ടീച്ചേഴ്സും ഓരോ ചാപ്റ്റേഴ്സ് ആയിരിക്കും എടുക്കാന്നറിയാലോ. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 6th ചാപ്റ്റർ ആണ്. Okay, chapter 6, grievance handling, discipline, employee safety and health. കേട്ടോ, ഈ ഒരു ചാപ്റ്റർ ആണ് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് ഇതിൽ കുറെ ടോപ്പിക്സ് വരുന്നുണ്ട്. ആ ടോപ്പിക്സ് ആണ് നമ്മുടെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഗ്രീവിയൻസ് ഹാൻഡ്ലിംഗ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഗ്രീവിയൻസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ഡിസിപ്ലിൻ ആണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എംപ്ലോയി സേഫ്റ്റി, ഹെൽത്ത്, അങ്ങനെ ഓരോ ടോപ്പിക് ആയിട്ട് നമ്മൾ ഇവിടെ പഠിച്ചു പോകുന്നത് കേട്ടോ. അല്ലാതെ ഇതെല്ലാം ഒരൊറ്റ ടോപ്പിക്കിന് കീഴിലല്ല, അല്ലെങ്കിൽ ഒരുമിച്ചല്ല നമ്മൾ പഠിക്കുന്നത്. ആദ്യം ഗ്രീവിയൻസിനെ കുറിച്ച് പഠിക്കും, അതിനുശേഷം ഡിസിപ്ലിൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടൈപ്സ് ഓഫ് ഡിസിപ്ലിൻ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പഠിക്കും. എംപ്ലോയി സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കുറെ അധികം നിയമവശങ്ങളുണ്ട്, അത് പഠിക്കും. എംപ്ലോയീസിന്റെ ഹെൽത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഓരോ സെക്ഷൻ വൈസ് ആയിട്ടാണ് നമ്മളിവിടെ ഈ ചാപ്റ്ററിൽ ഓരോ കാര്യങ്ങളും പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇതിലൊരു ടോപ്പിക് എടുക്കുന്നത് എംപ്ലോയി ഗ്രീവിയൻസ്. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഗ്രീവിയൻസ്? ഗ്രീവിയൻസ് റിഡ്രസൽ പ്രൊസീജിയർ കേട്ടിട്ടുണ്ടോ? എന്താണ് ഗ്രീവിയൻസ് പറഞ്ഞ? എംപ്ലോയി ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല? എന്താ ഒരു റിപ്ലൈ ചെയ്യാതെ? കേട്ടിട്ടില്ല എന്നാണോ? കേട്ടിട്ടില്ല. ഓക്കെ,
എംപ്ലോയി ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജീവനക്കാരുടെ പരാതികൾ അല്ലേ? നമ്മളൊരു ജീവനക്കാരാവും, നമുക്ക് ഒരുപാട് പരാതികൾ ഉണ്ടാവില്ലേ? ആ സ്ഥാപനത്തെ കുറിച്ചാവാം, അല്ലെങ്കിൽ അവിടുത്തെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ സാലറി ബേസിസ് ആവാം, അല്ലെ? പരാതികൾ ഉണ്ടാവില്ലേ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്? ഉണ്ടാവോ? പരാതികൾ ഉണ്ടാവോ? ഉണ്ടാവും അല്ലെ? അതിനെയാണ് നമ്മുടെ ഗ്രീവൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തരത്തില് എങ്ങനെയാണ്, എന്തിനെയാണ് ഒരു ഗ്രീവൻസ് എന്ന് പറയുന്നത്? അതിന്റെ കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം? ഇത്തരം പരാതികൾ അവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പറ്റോ? ഒരു പരാതി വന്നാൽ അത് ആ പരാതി പോലെ തന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് പറയാൻ പറ്റോ? അല്ല, അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്ത് അത് മാറ്റണം, വേണ്ടേ? അതിന് കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ അതിന് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ? അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ടോപ്പിക് എംപ്ലോയി ഗ്രീവൻസിൽ നമ്മൾ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഗ്രീവൻസ് ആണ് ആദ്യമായിട്ട് നോക്കുന്നത്. ഗ്രീവൻസ് അല്ലെങ്കിൽ ആ ഒരു പരാതിയുടെ മീനിങ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ടേമിന്റെ ഡെഫിനിഷൻ എന്താണ്, മീനിങ് എന്താണ്, അതാണ് നമ്മൾ ഈ ഫസ്റ്റ് പഠിക്കാൻ പറ്റുന്നത്. വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം മതി. ഒരുപാട് ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല, എളുപ്പത്തിൽ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ്. ഇപ്പൊ നോക്കിയേ, ഗ്രീവൻസ് ക്യാൻ ബി റെഫർഡ് ടു ആസ് എ ഫീലിംഗ് ഓഫ് discontentment and dissatisfaction that an employee has regarding his employment. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ്. ഗ്രീവൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Can be referred to as a feeling of discontentment and dissatisfaction. എന്തായിരിക്കും? എന്താണ്? ഒരു അസംതൃപ്തി തോന്നാം, അല്ലേ? അല്ലെങ്കിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഡിസ്കണ്ടന്റ്മെന്റ്, അസംതൃപ്തി, അല്ലെങ്കിൽ ഒരു എന്താണ്, തൃപ്തിയില്ലാത്ത രീതിയിലുള്ള ഒരു വികാരം. ആ ഒരു ഫീലിങ്ങിനെയല്ലേ നമ്മൾ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും കാര്യത്തിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലെങ്കിലും നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ അവിടുത്തെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടാവാം. അപ്പൊ അങ്ങനെ എന്തുമായിക്കോട്ടെ, ഒരു അസന്തുഷ്ടത അല്ലെങ്കിൽ ഒരു അസംതൃപ്തി എന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ഒരു എംപ്ലോയിക്ക് അവരുടെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട്, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഫീലിങ്ങിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതി എന്ന് പറയുന്നത്. ശരിയല്ലേ? ആണോ? അതേസമയം വളരെ സന്തോഷമായിട്ട് നമ്മൾ ജോലി ചെയ്യും, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമുക്ക് തരുന്ന സാലറിയിലും നമുക്ക് തരുന്ന എൻവയോൺമെന്റിലും നമ്മളോടുള്ള ബിഹേവിയറിലും എല്ലാം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, സംതൃപ്തരാണെങ്കിൽ അവിടെ ഒരു പരാതി ഉണ്ടാവോ? ഉണ്ടാവോ? പരാതി ഉണ്ടാവോ? ഉണ്ടാവില്ല, അല്ലെ? പക്ഷേ നമ്മുടെ എംപ്ലോയ്മെന്റ്, നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആ എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു ജീവനക്കാരന് ഒരു അസന്തുഷ്ടതയോ അല്ലെങ്കിൽ ഒരു അസംതൃപ്തിയോ തോന്നുകയാണ്. അത്തരത്തിലുള്ള ഒരു വികാരം വരുമ്പോഴാണ് അത് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതിയായിട്ട് മാറുന്നത്. ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? അത് ഒന്ന് മനസ്സിലാക്കി പഠിച്ചിട്ട് കിട്ടൂട്ടോ. Then when an employee has a complaint and is neglected. ഇപ്പൊ ഒരു എംപ്ലോയി, നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യും, അപ്പൊ നമുക്കൊരു പരാതി ഉണ്ട്. അപ്പൊ നമ്മളൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ അവിടുത്തെ ആരോടെങ്കിലും പോയി പറയാണ്, മെയിൻ ആയിട്ടുള്ള ആരോടെങ്കിലും പോയി പറയാം, സൂപ്പർവൈസറിനോട് ആരോടെങ്കിലും പറയും, എനിക്ക് ഇനി ഒരു പരാതി ഉണ്ട്. നിങ്ങളുടെ ആ പരാതി അവര് കേൾക്കാൻ പോലും എന്താണ് സമയം തരുന്നില്ല. നിങ്ങളുടെ ആ പരാതി എന്ത് ചെയ്യുന്നു? നെഗ്ലക്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ ആ ഒരു പരാതി ചെന്ന് പറയുന്ന ആൾ അവഗണിക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോ നിങ്ങൾക്ക് എന്ത് ഫീലിങ്സ് ആ വരിക? നമ്മളോട് അവരൊരു നീതി കാണിച്ചില്ല, തോന്നൂലേ? തോന്നോ? ഒരു വിവേചനം നമ്മളോട് കാണിച്ചു എന്ന് തോന്നൂലേ? തോന്നുമോ? തോന്നില്ലേ? തോന്നും, അല്ലെ? ഇപ്പൊ നോക്കിയേ, when an employee has a complaint and is neglected. ഒരു എംപ്ലോയിക്ക് ഒരു പരാതി ഉണ്ടായിരുന്നു, പക്ഷെ ആ പരാതി അവർ പറഞ്ഞപ്പോ അവരെ അവഗണിച്ചു. അത് ആ പരാതി സ്വീകരിക്കാനോ കേൾക്കാനോ ആരും കൂട്ടാക്കിയിട്ടില്ല. അപ്പോ then a feeling of injustice and discrimination arises in an employee. അല്ലെ? അപ്പൊ ആ ഒരു എംപ്ലോയിയുടെ മനസ്സിൽ എന്ത് തോന്നും? എന്താ തോന്നാ? ഒരു അനീതി തോന്നാം, അല്ലെ? എന്നോട് ഒരു അനീതി കാണിക്കുന്നതായിട്ട് തോന്നാം, ശരിയല്ലേ? അതുപോലെ തന്നെ ഒരു എന്താണ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഒരു വിവേചനം കാണിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലേ? ഇതിലൂടെയൊക്കെയാണ് ഒരു വ്യക്തിക്ക് എന്ത് വരുന്നത്? ഗ്രീവിയൻസ് അല്ലെങ്കിൽ പരാതി എന്നത് കൂടുന്നത്, ആ ഒരു ഫീലിങ്സ് വർദ്ധിക്കുന്നത്. Then when this feeling grows, it takes the form of a grievance. ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു വികാരം വർദ്ധിച്ച് എന്ത് ചെയ്യും? ഒരു ഗ്രീവിയൻസ് എന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നു.
Thus, it is essential to deal with dissatisfaction. അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയിക്ക് അല്ലെങ്കിൽ ഒരു ജീവനക്കാരന് അസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്, അവരുടെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു തൃപ്തി കുറവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിയല്ലേ? നമുക്ക് എന്ത് കാര്യത്തിലും താല്പര്യമുള്ളവർ, നമുക്ക് തൃപ്തി ഉണ്ടെങ്കിലല്ലേ നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അതേസമയം നമുക്ക് ഒരു തൃപ്തിയില്ല, നമുക്ക് അതിലെ തൃപ്തിയില്ല എങ്കിൽ എന്താണ്, നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ വർക്കിന്റെ ആ ഒരു പുരോഗതിയും ആ ലെവലും കുറയോ? അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയിക്ക് ഇത്തരത്തില് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then for doing this, organization should take into consideration grievance management. അപ്പൊ അതുകൊണ്ട് വേണ്ടിയിട്ട് അപ്പൊ ഇത്തരത്തിലുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയും അത് പരിഗണിക്കുകയും അത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം, ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇത്തരം പരാതികള് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. So grievance management is the procedure through which the manager deals with the grievance of his employees during his service. ആ സെന്റൻസ് underline ചെയ്തിട്ടാ. Grievance management is the procedure through which the manager deal with the grievances of his employees during his service. എന്താ ഒരു grievance management എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോ it's a procedure, ഇതൊരു നടപടിക്രമമാണ്. എന്തുമായി ബന്ധപ്പെട്ടത്? അവിടെ വർക്ക് ചെയ്യുന്ന അവരുടെ സർവീസിലുള്ള എംപ്ലോയീസിന് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത്തരം പരാതികളെ കൈകാര്യം ചെയ്യുന്നത് ആര് കൈകാര്യം ചെയ്യുന്നു? മാനേജർ അത്തരം പരാതികൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിക്രമമാണ് ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? Grievance management makes it possible to identify prospective problems of the employees. എന്താ നമുക്ക് ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്രൊസീജിയർ ഒരു സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എംപ്ലോയീസുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, അവരുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് പറ്റും. And without grievance management, it is impossible for the management to deal with employee problems and respond to them. എന്താ ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്രൊസീജിയർ ആ ഒരു സ്ഥാപനത്തിന് ഇല്ല എങ്കിൽ നമുക്ക് ആ ഒരു മാനേജ്മെന്റിന് എംപ്ലോയിയുടെ പ്രോബ്ലംസ് കണ്ടെത്താനോ അവരുമായിട്ട് ശരിയായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിനോട് ശരിയായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ ചിലപ്പോ സാധിച്ചെന്ന് വരില്ല. So, thus grievance management plays an important role in making organizational working relationship effective. അല്ലെ? അപ്പൊ എപ്പോഴും ഒരു പരാതികളുള്ള ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിന് ഈ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടും അവരുടെ വർക്കുമായി ബന്ധപ്പെട്ടൊക്കെ പരാതികളാണെങ്കിൽ അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവോ? ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളോ പ്രശ്നങ്ങളോ ആണെങ്കിൽ അവിടെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല, അല്ലെ? അപ്പൊ അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷനും ഇതേ രീതിയിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ആ വർക്കിംഗ് എൻവയോൺമെന്റിലെ ആ മാനേജ്മെന്റും ആ എംപ്ലോയീസും തമ്മിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ, അവിടെ നല്ല രീതിയിലുള്ള ഒരു വർക്കിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ഓർഗനൈസേഷൻ എപ്പോഴും അവിടെ എന്ത് വളരെ പ്രധാനമാണ്, ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് ഇതിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോ ദി മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഗ്രീവിയൻസിലെ മീനിങ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇനി നമ്മൾ ഡെഫിനിഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടി മിസ് പറയാം. ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? Can be referred to as a feeling of discontentment and dissatisfaction that an employee has regarding his employment. എന്താണ്? ഒരു ജീവനക്കാരന് അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരു അസന്തുഷ്ടത അല്ലെങ്കിൽ ഒരു അസംതൃപ്തി എന്ന രീതിയിലുള്ള ഒരു വികാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്രീവിയൻസ് എന്ന് സൂചിപ്പിക്കുന്നത്. Then ഒരു എംപ്ലോയിക്ക് ഇത്തരത്തിലുള്ള ഒരു പരാതി വരുമ്പോ അതവിടെ ആരും പരിഗണിക്കുന്നില്ല, അവരെ അവഗണിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ മനസ്സിൽ എന്ത് തരത്തിലുള്ള ഒരു വികാരം ഉടലെടുക്കുന്നു? എന്നോട് അനീതി കാണിച്ചു അല്ലെങ്കിൽ ഒരു വിവേചനം എന്നോട് കാണിച്ചു എന്ന രീതിയിലുള്ള ഒരു വികാരം എടുക്കുകയും ഈ ഫീലിങ്സ് വർദ്ധിച്ച് അത് ഗ്രീവിയൻസ് എന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പൊ ഇത്തരത്തില് ഒരു എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അസംതൃപ്തിയുള്ളവരാണെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ആ ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്രൊസീജിയർ അവിടെ കൊണ്ടുവരണം.
കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്രൊസീജിയർ നമ്മൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഈസ് ദ പ്രൊസീജിയർ ത്രൂ വിച്ച് ദ മാനേജർ ഡീൽസ് വിത്ത് ദ ഗ്രീവിയൻസ് ഓഫ് ഹിസ് എംപ്ലോയീസ് ഡ്യൂറിംഗ് ഹിസ് സർവീസ്. എന്താ, ഒരു സർവീസിലുള്ള എംപ്ലോയീസിന്റെ എന്തെങ്കിലും പരാതികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാനേജ്മെന്റ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം നടപടിക്രമങ്ങളെയാണ് നമ്മള് ഗ്രീവിയൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്രൊസീജിയറിലൂടെ നമുക്ക് എംപ്ലോയീസിന് വരാനുള്ള അവരുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് അവരുടെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ഐഡന്റിഫൈ ചെയ്ത് നല്ല രീതിയിൽ അത് സോൾവ് ചെയ്യാനും അതിനനുസരിച്ച് നല്ല രീതിയിൽ തന്നെ അത് റെസ്പോണ്ട് ചെയ്യാനും അല്ലെങ്കിൽ പ്രതികരിക്കാനും ആ ഓർഗനൈസേഷന് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഗ്രീവിയൻസ് മാനേജ്മെന്റ് പ്രൊസീജിയർ ഇല്ലാത്തൊരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് അവിടെ നല്ലൊരു വർക്കിംഗ് റിലേഷൻഷിപ്പ് നിലനിർത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ആണോ? ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് വേഗം ഒന്ന് വായിച്ചു നോക്കി. അതിനുശേഷം അത് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഡെഫിനിഷൻസ് പറയുമ്പോൾ ക്ലിയർ ആവുള്ളൂ. വേഗം ഒന്ന് വായിച്ചിട്ട് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? ശരി, നെക്സ്റ്റ് നമ്മള് ഗ്രീവിയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ഡെഫിനിഷൻസ് ആണ് കേട്ടോ പഠിക്കുന്നത്. അപ്പൊ അതിൽ ഓരോരുത്തരുടെയും ഡെഫിനിഷൻസ് നോക്കണം കേട്ടോ. അപ്പൊ അതില് അക്കോർഡിംഗ് ടു കെൽത്ത് ഡേവിസിന്റെ ഡെഫിനിഷൻ പ്രകാരം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ is any real or imagined feeling of personal injustice which an employee has concerning his employment relationship. എന്താണ് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ ഇസ് എനി റിയൽ, യഥാർത്ഥത്തിലുള്ളതാവാം, അല്ലെങ്കിൽ ഇമാജിൻഡ്, സാങ്കല്പികമായിട്ടുള്ള ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വികാരം ഓഫ് പേഴ്സണൽ ഇൻജസ്റ്റിസ്. അതായത് എംപ്ലോയി അവർക്ക് എന്തൊരു ഫീലിംഗ് ഉണ്ടാവും, ചിലപ്പോൾ യഥാർത്ഥത്തിൽ അവർക്കുള്ള ശരിക്കുമുള്ള കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് സാങ്കല്പികമായിട്ട് തോന്നുന്ന ഒരു വികാരമായിരിക്കും. എന്താണ്, അവരോടുള്ള ഒരു പേഴ്സണൽ ഇൻജസ്റ്റിസ് കാണിക്കുന്നു, ഒരു വ്യക്തിപരമായ ഒരു അനീതി കാണിക്കുന്നു എന്നൊരു വികാരം. കൺസേണിങ് ഹിസ് എംപ്ലോയ്മെന്റ് റിലേഷൻഷിപ്പ്, എന്താ, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട ആ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരോടൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു അനീതി, ആ രീതിയിലുള്ള ഒരു വികാരം, അത് യഥാർത്ഥത്തിലുള്ളതാവാം, ചിലപ്പോൾ അവരുടെ സാങ്കല്പികമായിട്ടുള്ളതാവാം, അല്ലെ? ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് തോന്നാറില്ലേ, ചിലപ്പോൾ ഒറിജിനൽ ആയിട്ട് ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ എന്നാൽ പോലും ചില കാര്യങ്ങൾ നമുക്ക് തോന്നാറില്ലേ? തോന്നാറുണ്ടോ? അപ്പൊ എന്നോട് ഇങ്ങനെ കാണിക്കുന്ന പോലെ തോന്നുന്നുണ്ട് ഇല്ലേ? ചിലത് നമ്മൾ സാങ്കല്പികമായിട്ട് നമുക്ക് തോന്നുന്നതാണ്, ചിലപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളതും ആവാം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിലാവാം, സാങ്കല്പികമായിട്ടാവാം ഒരു ഫീലിങ്സ് ഉണ്ടാവും, ഒരു വികാരം. എന്ത് വികാരം? അവരുടെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട്, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആ എംപ്ലോയിയോട് വ്യക്തിപരമായ ഒരു അനീതി കാണിക്കുന്നു എന്ന ഒരു വികാരത്തെയാണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത് എന്നാണ് കെൽത്ത് ഡേവിസിന്റെ അഭിപ്രായത്തിൽ പറയുന്നത്. ക്ലിയർ ആണോ? ഫസ്റ്റ് ഡെഫിനിഷൻ മനസ്സിലായോ? ഓരോ ഡെഫിനിഷൻസും ക്ലിയർ ആക്കി പോണോട്ടോ. മനസ്സിലായോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതെ? ക്ലിയർ ആണോ? ഓക്കെ. രണ്ടാമത്തത്, അക്കോർഡിംഗ് ടു പ്രൊഫസർ ജൂസിയസ്, the grievance is any discontentment or dissatisfaction, whether expressed or not, whether valid or not,
arising out of anything connected with the company that an employee thinks, believes, or even feels is unfair, unjust, or inequitable. എന്താ ഇനി അടുത്തത് പ്രൊഫസർ ജുസിയസിന്റെ അഭിപ്രായത്തില് അദ്ദേഹം പറയുന്നത് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇസ് എനി ഡിസ്കണ്ടന്റ് ഓർ ഡിസാറ്റിസ്ഫാക്ഷൻ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസംതൃപ്തി അല്ലെങ്കിൽ ഒരു അസന്തുഷ്ടിത എന്തായിരിക്കും, വെദർ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്. ചിലപ്പോ അത് ആ ഒരു അസംതൃപ്തി നമ്മൾ ചിലപ്പോ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുക്കിയിട്ടുണ്ടാവും, ഇല്ലേ? ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലുണ്ടെങ്കിലും നമ്മൾ പുറത്ത് കാണിക്കാറില്ല, അല്ലെ? നമ്മൾ ചിലപ്പോ സന്തോഷമൊന്നും ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിൽ, പക്ഷെ എന്നാലും നമ്മൾ പുറത്ത് കാണിക്കോ? ചില കാര്യങ്ങൾ നമ്മൾ കാണിക്കാറില്ല, അല്ലെ? അപ്പൊ ചിലത് എക്സ്പ്രസ് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം, പക്ഷെ നമ്മൾ ചിലപ്പോൾ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം, പ്രകടിപ്പിക്കാതെയും ഇരുന്നിട്ടുണ്ടാവാം, അല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ വരും, നമ്മൾ അങ്ങോട്ട് പ്രകടിപ്പിച്ച് കാണിക്കാറുണ്ടോ? ഉണ്ടോ? ചില ആളുകളോട് നമുക്ക് ദേഷ്യം തോന്നാറുണ്ട് എന്ന് കരുതി നമ്മളത് മനസ്സിൽ ചിലപ്പോൾ നേരിട്ട് അവരെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് പുറത്ത് കാണിക്കാറുണ്ടോ? അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പറയണം എന്ന് വിചാരിക്കാറുണ്ടോ? പക്ഷെ ഇല്ല നമ്മൾ പറയാറുണ്ടോ? ഇല്ല, അല്ലെ? അതിനൊക്കെ നമ്മളൊരു പരിധി വെക്കാറുണ്ട്, ചിലത് നമ്മുടെ മനസ്സിൽ തന്നെ വെക്കും, അല്ലെ? അപ്പൊ ചിലപ്പോ ഈ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു അസംതൃപ്തി ചിലപ്പോ അവര് പ്രകടിപ്പിച്ചിട്ടുണ്ടാവും, ചിലപ്പോ അല്ലായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോ ഇത് വാലിഡ് ആവാം, ശരിക്കും ഉള്ളതായിരിക്കാം, ചിലപ്പോ നമുക്ക് തോന്നുന്നതുമാവാം. അതുപോലെ തന്നെ അറൈസിങ് ഔട്ട് ഓഫ് എനിത്തിങ്, എന്തുമായി ബന്ധപ്പെട്ട ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ആ ഒരു ജീവനക്കാരനുമായി ബന്ധപ്പെട്ട ആ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്തിൽ നിന്ന് വരുന്നതുമാവാം. മനസ്സിലായോ? എന്തുമായി ബന്ധപ്പെട്ടെങ്കിലും ഏത് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടെങ്കിലും ആ ഒരു എംപ്ലോയിക്ക് ഒരു അസംതൃപ്തി തോന്നുകയാണ്. അത് ചിലപ്പോ അവര് പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം, പ്രകടിപ്പിക്കാത്തതാവാം, ചിലപ്പോൾ വാലിഡ് ആയിരിക്കാം, അല്ലാതിരിക്കാം. ആ ബിലീഫ്സ് അതെന്താണ്, ആ ഒരു എംപ്ലോയി എന്ത് ചിന്തിക്കുന്നു, ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട ഒരു അസംതൃപ്തി വന്നു, ചിലപ്പോൾ അത് അവർ ചിന്തിക്കുന്നുണ്ട്, അപ്പൊ അവിടെ അവർക്കൊരു അൺഫെയർ ആയിട്ടുള്ള ഒരു അനീതി അല്ലെങ്കിൽ ഒരു അനീതി അവരോട് കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അൺജസ്റ്റിസ്, എന്താ, ഒരു അന്യായമായ രീതിയാണ് എന്നോട് അവർ കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു എന്താണ് ഇൻഇക്വിറ്റബിൾ, എന്താ, ഒരു ന്യായമായ ഒരു രീതിയല്ല, അല്ലെങ്കിൽ ഒരു തുല്യത എന്നോട് കാണിക്കുന്നില്ല എന്ന രീതിയിലുള്ളൊരു ഫീലിംഗ് ചിലപ്പോൾ അവർ ചിന്തിക്കാം, അവർ വിശ്വസിക്കാം, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു വികാരം അവരുടെ ഉള്ളിലേക്ക് വരാം, അല്ലെ? അതിലൂടെ അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു വികാരമാവാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്തയാവാം, അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തെയാവാം നമ്മുടെ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ പ്രൊഫസർ ജൂസിയസ് എന്താ പറയുന്നത്, ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക്, ഒരു എംപ്ലോയിക്ക് ഉണ്ടാവുന്ന ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു അസംതൃപ്തിയാണ്. അത് ചിലപ്പോ അവർ പ്രകടിപ്പിച്ചതായിട്ടുള്ള അസംതൃപ്തിയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല, പുറത്തേക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കില്ല, ചിലപ്പോൾ വാലിഡ് ആവാം, അല്ലാത്തതോ ആവാം. എന്തുമായി ബന്ധപ്പെട്ടതാ, അവരുടെ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട്, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് എന്തിനെ സംബന്ധിച്ചുമാവാം. അപ്പൊ അവർ ചിന്തിക്കുകയാണ്, എന്താണ്, അങ്ങനെ ഒരു ഗ്രീവിയൻസ് വരണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അസംതൃപ്തി വരുന്നത് എന്തുകൊണ്ടാ? അപ്പൊ അവർ ചിന്തിക്കുകയാണ്, എന്നോട് അവര് അനീതി കാണിച്ചു, അല്ലെങ്കിൽ എന്നോട് ഒരു ന്യായമായ രീതി അവര് പെരുമാറുന്നില്ല, അല്ലെങ്കിൽ ഒരു തുല്യത എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നില്ല. ആ ഒരു രീതിയിലുള്ള ഒരു ചിന്തയോ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു വികാരമോ വരുന്നതിനെയാണ് നമ്മള് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടാമത്തെ ഡെഫിനിഷൻ ക്ലിയർ ആയോ? Okay. Then third one ആണ്, according to Daily Order, grievance is a written complaint filed by an employee claiming unfair treatment. എന്താ ഡെയിലി ഓർഡറിന്റെ അഭിപ്രായത്തില് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ ഇസ് എ written complaint, രേഖാമൂലം സമർപ്പിക്കുന്ന ഒരു പരാതിയാണ്. എന്തിനെ പറ്റി? claiming unfair treatment, അതായത് ഒരു അന്യായമായ ഒരു പെരുമാറ്റം അവകാശപ്പെട്ടുകൊണ്ട്, അതായത് എന്റെ നേരെ ഒരു അന്യായമായ പെരുമാറ്റം ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ കാഴ്ചവെക്കുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു എംപ്ലോയി അല്ലെങ്കിൽ ജീവനക്കാരൻ രേഖാമൂലം തരുന്ന പരാതിയെയാണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത് എന്നാണ് ഡെയിലി ഓർഡർ പറയുന്നത്. ക്ലിയർ ആണോ അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ? മനസ്സിലായോ? ഇതെല്ലാം അവരുടെ അഭിപ്രായത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഗ്രീവിയൻസ് എന്താണ്? ഡെയിലി ഓർഡർ എന്താ പറഞ്ഞാൽ ഗ്രീവിയൻസ് ഇസ് എ റിട്ടൺ കംപ്ലൈന്റ്, രേഖാമൂലമുള്ള ഒരു പരാതി. എന്താണ്? ഫൈൽഡ് ബൈ ആൻ എംപ്ലോയി, ഒരു എംപ്ലോയി രേഖാമൂലം സമർപ്പിക്കുന്ന ഒരു പരാതിയാണ്. എന്തിനെ
എന്തിനെ ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്? അവർക്ക് ഒരു അന്യായമായ ഒരു പെരുമാറ്റം അവർക്കെതിരെ ആ ഒരു സ്ഥാപനത്തിൽ നിന്നുണ്ടായി, എന്തെങ്കിലും കാരണവുമായി ബന്ധപ്പെട്ടായിരിക്കാം. അങ്ങനെ ഉണ്ടായി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവര് രേഖാമൂലം സമർപ്പിക്കുന്ന ഒരു പരാതിയാണ് ഗ്രീവിയൻസ് എന്നാണ് ഡെയിൽ ഓർഡർ പറയുന്നത്. ഓക്കെ അല്ലേ? ഡെഫിനിഷൻ ക്ലിയർ അല്ലേ? Okay. Then last definition, according to the International Labour Organization. ഇത് ഷോർട്ട് ഫോം ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ILO അതിന്റെ എക്സ്പാൻഡ് ഫോം ആണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പൊ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ അഭിപ്രായത്തില് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ is a complaint of one or more workers in respect of wages, allowances, conditions of work and interpretation of service stipulations covering such areas as overtime leave, transfer, promotion, security, job assignment and termination of service. എന്താണ് പറയുന്നത്? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ is a complaint of one or more workers. ഒരു വ്യക്തിയുടെ, ഒരു വർക്കറിന്റെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർക്കേഴ്സിന്റെയോ പരാതിയാണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. എന്തുമായി ബന്ധപ്പെട്ട്? അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട്, അവരുടെ മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട്, വർക്ക് കണ്ടീഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ സർവീസുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട്, അതായത് ഓവർ ടൈം ലീവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടാവാം, പ്രൊമോഷൻസുമായി ബന്ധപ്പെട്ടാവാം, സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടാവാം, ജോബ് അസൈൻമെന്റുമായി ബന്ധപ്പെട്ടാവാം, സർവീസുമായി ബന്ധപ്പെട്ട് ടെർമിനേഷനുമായി ബന്ധപ്പെട്ടാവാം. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു എംപ്ലോയിക്ക്, ഒരു വർക്കറിനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വർക്കേഴ്സിനോ ഉണ്ടാവുന്ന കംപ്ലൈന്റിനെ അല്ലെങ്കിൽ പരാതിയെയാണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത് എന്നാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ എന്താ പറയുന്നത്? ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ്, പരാതി. ആര് തരുന്ന പരാതിയാ? ചിലപ്പോ ഒരു വർക്കറിനായിരിക്കും ആ പരാതി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വൺ ഓർ മോർ വർക്കേഴ്സ്, ഒന്നിൽ കൂടുതൽ വർക്കേഴ്സിന് ചിലപ്പോൾ ആ ഒരു പരാതി വന്നേക്കാം. എന്തുമായി ബന്ധപ്പെട്ട്? അവരുടെ എന്താണ് വേതനവുമായി ബന്ധപ്പെട്ട്, അവരുടെ മറ്റ് ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട്, വർക്ക് കണ്ടീഷനുമായി ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സേവന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടാവാം, അതായത് ഓവർ ടൈം ലീവുമായി ബന്ധപ്പെട്ടോ, ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ടോ, പ്രൊമോഷനുമായി ബന്ധപ്പെട്ടോ, സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടോ, ജോബ് അസൈൻമെന്റുമായി ബന്ധപ്പെട്ടോ, ടെർമിനേഷൻ ഓഫ് സർവീസുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉണ്ടാവുന്ന ഒരു പരാതിയാണ് ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ILO എന്ത് ചെയ്യുന്നത്? അഭിപ്രായപ്പെടുന്നത്. ക്ലിയർ ആണോ? ഇപ്പൊ വേഗം ആ ഡെഫിനിഷൻസ് ഒന്ന് വായിച്ചു നോക്കി. ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് ആരുടെ ഡെഫിനിഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പേരുകളും ആ ഡെഫിനിഷൻസും പഠിച്ചു വെക്കണം കേട്ടോ. ഓരോ ഭാഗവും ഒന്ന് മനസ്സിലാക്കി പഠിക്കണേ. ജസ്റ്റ് വെറുതെ ബഹാട്ട് ചെയ്യോ അല്ലെങ്കിൽ വായിച്ചു പോയിട്ടൊരു കാര്യമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ ഓർമ്മയിലുണ്ടാവും. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ. വായിച്ചു കഴിഞ്ഞവരൊന്ന് റിപ്ലൈ ചെയ്യണേ.
പറയാലോ. സെക്കൻഡ് ഡെഫിനിഷനിൽ പറയുന്നത് ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ ഇസ് എനി ഡിസ്കണ്ടന്റ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ, ഏതെങ്കിലും രീതിയിലുള്ള ഒരു അസംതൃപ്തി അല്ലെങ്കിൽ അസന്തുഷ്ടത, വെദർ എക്സ്പ്രസ്ഡ് ഓർ നോട്ട്, നമ്മൾ ചിലപ്പോ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തന്നെ വെച്ചിട്ടുള്ള ഒരു അസംതൃപ്തി ആവാം. ഓർ വെദർ വാലിഡ് ഓർ നോട്ട്, അത് ചിലപ്പോൾ യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആവാം, ചിലപ്പോൾ അല്ലാത്തതും ആവാം. arising out of anything connected with the company that an employee, എന്താണ് ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനിയുമായി കണക്ട് ചെയ്ത് എന്തിനെങ്കിലും വരുന്ന ഒരു അസംതൃപ്തി ആവാം. മനസ്സിലാവുന്നു? അത് നമ്മൾ ചിലപ്പോൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം, അല്ലാതിരിക്കാം, വാലിഡ് ആയിരിക്കാം, അല്ലാത്തതുമാവാം. അപ്പൊ അത്തരത്തിലുള്ള അസംതൃപ്തി, അതായത് the employee thinks, believe or even feels is unfair, unjust or inequitable. എന്താ ഒരു എംപ്ലോയി എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും അവർ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു ഫീലിംഗ് വരുന്നു. എന്തൊരു ഫീലിംഗാ? അവര് ആ ഒരു കമ്പനി ഇന്നെന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന് എന്നോട് ഒരു അനീതി കാണിക്കുന്നു, അല്ലെങ്കിൽ ഒരു അന്യായമായ രീതി ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു തുല്യതയോ അതിനനുസരിച്ച് ഒരു ന്യായമായ രീതിയോ അവർ ഫോളോ ചെയ്യുന്നില്ല എന്ന രീതിയിലൊരു ചിന്തയോ അല്ലെങ്കിൽ ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു വികാരമോ വരുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു അസംതൃപ്തിയാണ് നമ്മുടെ ഗ്രീവിയൻസ് എന്ന് പറയുന്നത് എന്നാണ് ജൂസിസ് പറയുന്നത്. ക്ലിയർ ആയോ? സഞ്ജന, ക്ലിയർ ആയോ സഞ്ജന? വായിച്ചു കഴിഞ്ഞോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ, ശരി. അപ്പൊ മിസ് നെക്സ്റ്റ് പാർട്ടിക്ക് പോവാണ്. നെക്സ്റ്റ് ഫോംസ് ഓഫ് ഗ്രീവിയൻസ്. ഏട്ടാ, ഗ്രീവിയൻസിന്റെ 3 ഫോംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ, അതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്നാണ്, ആർ വേണ്ട കേട്ടോ. FA ആണ്, ഫാക്ച്വൽ അല്ല, ഫാക്ച്വൽ. ആ ആർ ഒന്ന് വെട്ടിക്കളഞ്ഞേക്കാട്ടോ. ഫാക്ച്വൽ ഗ്രീവിയൻസ് ആണ് ഫാക്ച്വൽ ഗ്രീവിയൻസ്. രണ്ടാമത്തത് ഇമാജിനറി ഗ്രീവിയൻസ്. മൂന്നാമത്തത് ഡിസ്പ്ലേസ്ഡ് ഗ്രീവിയൻസ്. അതിൽ ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറഞ്ഞാൽ the relationship of employer and employees based on the organization employment contract. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ആദ്യം നിങ്ങൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്, അത് ആദ്യം നോക്കിയാൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, employee were told they would receive a salary increase after a year. നമ്മൾ ചില സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി കയറുമ്പോൾ അവര് നമ്മളോട് പറയും, അല്ലെ, ഒരു വർഷം ഒരു അല്ലെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം നിങ്ങൾക്ക് ഒരു പ്രൊബേഷണറി പീരീഡ് ആണ്, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് പീരീഡ് ആണ്. അതിനുശേഷം ചിലപ്പോ 6 മാസം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞോ നിങ്ങളുടെ സാലറിയിൽ ഇത്ര രൂപ ഇൻക്രീസ് ചെയ്ത് തരാം. പറയൂലേ? മിക്ക സ്ഥാപനങ്ങളും പറയാനുള്ള ഒരു കാര്യല്ലേ? ആണോ? പറയൂലേ? അപ്പൊ അങ്ങനെ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോ നമ്മളോട് പറഞ്ഞു, ഒരു വർഷം നിങ്ങൾ വർക്ക് ചെയ്യൂ, നിങ്ങളുടെ ആ ഒരു വർഷത്തെ പെർഫോമൻസിനനുസൃതമായി നമുക്ക് ആ ഒരു വർഷത്തിന് ശേഷം സാലറിയിൽ വർധനവുണ്ടാവും എന്ന് നമ്മളോട് ഓൾറെഡി ജോയിൻ ചെയ്തപ്പോ പറഞ്ഞിട്ടുണ്ടല്ലോ. ബട്ട് ഇറ്റ് വാസ് നോട്ട് ഗ്രാൻഡഡ്. പക്ഷെ അത് അവർക്ക് അനുവദിച്ച് നൽകിയിട്ടില്ല. അങ്ങനെ അനുവദിച്ച് നൽകാതിരിക്കുമ്പോ നമുക്കൊരു പരാതി വരില്ലേ? വരുമോ? നിങ്ങൾക്ക് പരാതി വരുമോ? ഒരു വർഷം കഴിഞ്ഞിട്ടും സാലറിയിൽ വർധന ഉണ്ടാക്കിയില്ലെങ്കിൽ പരാതി വരില്ലേ? പരാതി വരും, അല്ലെ? ആ പരാതിയാണ് എന്തെന്ന് പറയുന്നത്? ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ ഒരു എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ബാക്കി പറയുമ്പോൾ എളുപ്പമായിരിക്കും. അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ നോക്കിയേ, നമ്മൾ എപ്പോഴും ഒരു എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധം എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട്, ആ ഒരു ഓർഗനൈസേഷൻ തരുന്ന എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ നിന്ന് ആരംഭിക്കുന്നത്. ശരിയല്ലേ? നമ്മൾ ആദ്യം ചിലപ്പോൾ നമുക്ക് അടുത്തൊന്നും അറിയില്ല, പക്ഷെ അവരൊരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് തരില്ലേ? നമ്മൾ സൈൻ ചെയ്തപ്പോൾ കൊടുക്കണോ? ആ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് വഴിയാണ് ആ എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരംഭിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? അപ്പോൾ ആ കോൺട്രാക്ട് ഒപ്പിട്ട് കൊടുക്കുമ്പോഴാണ് നമ്മൾ അവിടുത്തെ സ്റ്റാഫായി മാറാണ്. അപ്പൊ മുതൽ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആരംഭിക്കുകയാണ്, അല്ലെ? So it is the employment contract which specifies the norms that define
the limit of employees' expectation from the organization to meet these requirements and expectation. അപ്പൊ ആ ഒരു എംപ്ലോയിയുടെ ആ ഒരു എംപ്ലോയീസ് കോൺട്രാക്റ്റില് ആ എംപ്ലോയ്മെന്റുമായിട്ടുള്ള കോൺട്രാക്റ്റില് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഈ ഒരു എംപ്ലോയിക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം, അതിന്റെ ലിമിറ്റ് എവിടെ വരെയാണ്, ഈ സ്ഥാപനം അവർക്ക് വേണ്ടി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്, അവരുടെ റിക്വയർമെന്റ്സ് നിറവേറ്റുന്ന രീതിയിൽ ഈ സ്ഥാപനം എന്തൊക്കെ ചെയ്തു കൊടുക്കാം, അവരുടെ പ്രതീക്ഷകൾക്ക് എത്രത്തോളം വരെ പ്രതീക്ഷിക്കാവുന്നതാണ്, ഇല്ലേ? പറയാറില്ലേ? ആ ഒരു എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ ഇതെല്ലാം വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടാവില്ലേ? നമുക്ക് എത്ര രൂപ സാലറി കിട്ടും, അതിൽ എത്ര രൂപ മറ്റെന്തെങ്കിലും രീതിയിലേക്ക് നമുക്ക് ഇൻസെന്റീവ്സ് പോലെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എത്ര ദിവസം നമ്മൾ ഒരു മാസത്തിൽ എത്ര ദിവസം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ വീക്കിലി നമ്മൾ എത്ര ദിവസം വർക്ക് ചെയ്യണം, എത്ര അവേഴ്സ് വർക്ക് ചെയ്യണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അതിൽ പറയുന്നുണ്ടാവില്ലേ? പറയോ? അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഒരു വർഷത്തിന് ശേഷം നമുക്ക് ഇന്ന ഇൻക്രിമെന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാസം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഈ പറയുന്നതിൽ കൂടുതൽ ഇപ്പൊ ചില സ്ഥാപനങ്ങളൊക്കെ ഈ എന്താണ് ഇൻസെന്റീവുകൾ തരാറുണ്ട് അല്ലെ? അത് ആ ഒരു മാസത്തെ അവരുടെ പെർഫോമൻസിനനുസരിച്ചല്ലേ ഇൻസെന്റീവുകൾ തരിക, സാലറിക്ക് പുറമെ അല്ലെ? ഇപ്പൊ അഡ്മിഷൻ ഒക്കെ എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇത്ര അഡ്മിഷൻ ഒരു മാസം ഫിക്സഡ് ആയിരിക്കും, ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റിന് അപ്പുറം അവര് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് ഇൻസെന്റീവുകളായിട്ട് കിട്ടൂലേ? കിട്ടുമോ? കേട്ടിട്ടില്ലേ ഇതൊന്നും? അപ്പൊ അത്തരത്തില് ഇതൊക്കെ ഈ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അപ്പോ ആ ഒരു വ്യക്തിക്ക് അറിയാം, ആ ഒരു ജോലിക്ക് വരുന്ന ആ വ്യക്തിക്ക് അറിയാം ഈ കോൺട്രാക്റ്റിൽ ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊന്നും ഒരിക്കലും ഈ ഓർഗനൈസേഷൻ നിറവേറ്റി നൽകുന്നില്ല എങ്കിൽ അവിടെ നമ്മൾ ഡിസപ്പോയിന്റഡ് ആവില്ലേ? അപ്പോ വരുന്ന ഒരു ഗ്രീവിയൻസ് ആണ് ഫാക്ച്വൽ ഗ്രീവിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി പറയാം കേട്ടോ. ഇവിടെ വരെയും വായിച്ചിട്ട് വരാം, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ബാക്കി ഭാഗം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന ചാപ്റ്റർ നന്നായിട്ട് പഠിക്കാം കേട്ടോ. താങ്ക് യു.